الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം അൽഹംദുലില്ലാഹ് ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ഭൗതികമായ നിലയിൽ അള്ളാഹു പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെയുള്ള അത്യാഹിതങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ പുണ്യഭൂമിയിൽ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും മിനയും മുസ്ദലിഫയും അറഫയും തുടർന്ന് മിനയിലുള്ള 3 ദിവസങ്ങളിലുള്ള താമസങ്ങളുമെല്ലാം അള്ളാഹു നല്ല നിലയിൽ പൂർത്തീകരിച്ചു. ആത്മീയ വശങ്ങളും അതിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മാപ്പ് നൽകി അള്ളാഹു നമ്മുടെ ഹാജിമാരിൽ നിന്നും ഹജ്ജുമ്മമാരിൽ നിന്നും അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആകാശങ്ങളിലാകട്ടെ, ഭൂമിയിലാകട്ടെ, അല്ലെങ്കിൽ ഭൂമികളിലാവട്ടെ, എന്ത് സംഭവിക്കുന്നതും സംഭവിച്ചിട്ടുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ടും അവൻ്റെ ശക്തിയും കഴിവും തീരുമാനവും ഒന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ തീരുമാനിക്കുന്നത് അവൻ നടത്തുന്നു.
പ്രത്യക്ഷത്തിൽ നമുക്ക് പല പ്രയാസങ്ങളോ അല്ലെങ്കിൽ ചില സന്തോഷങ്ങളോ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ആത്മീയ വശങ്ങളും ആന്തരിക കാര്യങ്ങളും എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് ദുഃഖകരമായ ഒരു അപകടം ഇന്നലെ നടന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി, പല തീരുമാനങ്ങളുമായി, പല പല ലക്ഷ്യങ്ങളുമായി നമ്മുടെ നാട്ടിലേക്ക് വന്നവരുണ്ട്, അവരിൽ നിന്നും തിരിച്ചു പോകുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊന്നും അറിയാതെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ, പരിസരത്ത് താമസിക്കുന്നവരെല്ലാം അവർ നനച്ചിരിക്കാതെ അവരെ മരണം കൊണ്ടുപോയി. അള്ളാഹു വിശുദ്ധ ഖുർആൻ അദ്ധ്യായം ലുഖ്മാനിൽ പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. നമുക്കൊക്കെ പല പ്രതീക്ഷകളും ചില നെയ്യത്തുകളും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് അടുത്ത നിമിഷം എന്തായി മാറുമെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മിൽ എത്ര ഉന്നത അവസ്ഥയിലുള്ള ആളാണെങ്കിലും, അത് ആത്മീയമായ ഉന്നതയിലുള്ള അവസ്ഥയിലുള്ള ആളുകൾക്കും അറിയില്ല, ഭൗതികമായ ഉന്നതമായ നിലപാടുകളുള്ള ആളുകൾക്കും അറിയില്ല. വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പോലും അതിൽപ്പെട്ടു. എന്തെങ്കിലും ഒരു വിവരം നമ്മുടെ രാജ്യത്തിൻ്റെ ടെക്നോളജി മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മുഖേനയോ ഒരറിയിപ്പ് അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആ ഫ്ലൈറ്റ് അവർ ഓടിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ അതിൽ ആളുകൾ കയറുമായിരുന്നില്ല. അപ്പോൾ ഒരു നഫ്സിനും ഒന്നും അറിയില്ല. അറിയുമെന്നൊക്കെ ആളുകൾ വാദിക്കുന്നത് വെറും മൗഢ്യമാണ്, മണ്ടത്തരമാണ്. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വച്ചാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതെന്നും ആർക്കും അറിയില്ല. ആകാശത്തിലാണോ ഭൂമിയിലാണോ, ഭൂമിയിൽ തന്നെ എവിടെയാണ്, ഏതൊരവസ്ഥയിലാണ് മരണം നമ്മെ പിടികൂടുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഉള്ളിലാണ്. ഓരോ മരണങ്ങളും നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. മൗത്ത് എന്നത് ഒരു വാഴിലാണ്, ഒരു ഉപദേശകനാണ്. ഇത്രയും വലിയ ഒരു ഉപദേശകൻ വേറെ ഇല്ല. ഓരോ മരണവും, അത് വ്യക്തികളാകട്ടെ, അല്ലെങ്കിൽ അപകടങ്ങളിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഷിപ്പിന് തീപിടി, ഏത് നിലയിലുള്ളതാണെങ്കിലും ഓരോന്നും നമുക്കൊക്കെ, ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് വിശ്വാസികളെ. നാം അങ്ങനെ ആയിരിക്കണം ഓരോ മരണവും കാണേണ്ടത്. നമ്മുടെ മുൻഗാമികൾ, നമ്മോടൊപ്പം ജീവിച്ചവർ മരിച്ചു പോകുമ്പോൾ ആ മയ്യത്തിൻ്റെ സംസ്കരണ പരിപാടികളിൽ കൂടണമെന്നും, കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഉഹുദ് മലയുടെ പ്രതിഫലത്തേക്കാൾ വലുതാണെന്നും, ഖീറാത്തുണ്ട് എന്നൊക്കെ, ഏകദേശം ഒരു 4.5 കിലോമീറ്റർ വീതിയും 7 കിലോമീറ്റർ നീളവുമുള്ള ഒരു ഭീമാകാരമായ പർവ്വതമാണ് ഉഹദ്. ഉഹദ് നമ്മെ സ്നേഹിക്കുന്നു, നാം ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തിരുദൂതരും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും റളിയല്ലാഹു അൻഹും ഒക്കെ ഉഹദിൻ്റെ മുകളിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ ഉഹദ് കുലുങ്ങി. പ്രവാചകൻ പറഞ്ഞു, ഉസ്കുത് ഉഹദ്, ഉഹദ് നീ അടങ്ങുക, സമാധാനമാവുക, നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ്,
ഒരു സിദ്ദീഖാണ്, ഒരു ഷഹീദാണ്. അത്രയും പുണ്യമായ ആ പർവ്വതത്തിൻ്റെ തൂക്കം എത്ര പ്രതിഫലമാണോ ഉള്ളത്, അത്ര പ്രതിഫലമാണ് ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പൂർണ്ണമായി പങ്കെടുത്ത് പിരിഞ്ഞു പോകുന്നവന് ലഭിക്കുന്നതെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനാണ് ഇത്രയധികം പ്രതിഫലം നമുക്ക് നൽകുന്നത്? വിശ്വാസിക്ക് അവൻ്റെ ഓരോ സൽക്കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ ഉന്നതമായ പാഠങ്ങളുണ്ട്. പക്ഷേ ഞാനും നിങ്ങളൊന്നും അത്ര കണ്ടങ്ങ് കടന്ന് ചിന്തിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. നമുക്ക് 100,000 പ്രശ്നങ്ങളാണ്. എത്രയും പെട്ടെന്ന് മണ്ണ് വാരിയിട്ട് പിരിഞ്ഞു പോകണം. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ജോലികളിലേക്ക്, നമ്മുടെ ഹവയിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളെല്ലാവരും. അത് ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് നാമും പോകുന്നു. ഇന്നലെ ഫ്ലൈറ്റിൽ കയറി യാത്ര പോയ ആളുകൾ അവരൊക്കെ അവരുടെ കുടുംബങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തിറങ്ങും, നിങ്ങൾ വാഹനവുമായി വരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് വരുന്നത്. കൊച്ചു കുട്ടികളുണ്ടാകും, പ്രായമായവരുണ്ടാകും, ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒരുപാട് അതിലുണ്ടായിരുന്ന ഒരാളൊഴികെ വേറൊരു റിപ്പോർട്ടിൽ പറയുന്നു എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന്. അള്ളാഹു എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നാം എല്ലാവരും പല വിധത്തിലുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വളരെ അർത്ഥവത്തായ വാക്കാണത്. ഞാൻ എവിടെയാണെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനെ സമർപ്പിച്ച്, റബ്ബിൽ അർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന വാക്കിൻ്റെ ഒട്ടാകെയുള്ള അർത്ഥം. എനിക്ക് വാഹനം സഞ്ചരിക്കാൻ സൗകര്യപ്പെടുത്തി തന്ന എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. എനിക്കതിന് കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, ഞങ്ങൾ മടങ്ങിപ്പോകുന്നവരാണ്. ഈ പ്രാർത്ഥന മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി അവൻ്റെ വാഹനത്തിൽ കയറി യാത്ര തുടങ്ങുന്നത്. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചെയ്യുന്ന യാത്രയിൽ തഖ്വ ചോദിക്കുന്നു, പുണ്യം ചോദിക്കുന്നു. ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള തുടങ്ങി സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്. വിഷമങ്ങളിലൊന്നും ഏർപ്പെടുത്തരുതേ തമ്പുരാനെ, അപകടങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ കാണിക്കരുതേ തമ്പുരാനെ, ദൂരം നീ കുറച്ചു തരണം തമ്പുരാനെ, ഈ യാത്ര നിന്റെ അടുക്കൽ തഖ്വയുള്ളതും പുണ്യമുള്ളതും പ്രതിഫലമുള്ളതുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി യാത്ര തുടങ്ങേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഓരോ മരണവും ഓരോ അപകടവും നമുക്ക് പാഠമാകേണ്ടതാണ്. ഞാനും നിങ്ങളുമൊക്കെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും, ചെല്ലുക തന്നെ ചെയ്യും. ആരൊക്കെ എത്ര കണ്ട് നിഷേധിച്ചാലും എതിർത്താലും ശരി, അങ്ങനെ ഒരു ജീവിതമില്ല എന്ന് വാദിക്കുന്നവരാണ് ഇപ്പോൾ ഭൗതികത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ. അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും, എനിക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ മൊത്തത്തിൽ അങ്ങ് ജീവിച്ചു പോകുന്നു, അങ്ങനെ ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു ശക്തിയോ ഒരു സൃഷ്ടാവോ ഞങ്ങളത് ഉൾക്കൊള്ളുന്നില്ല എന്ന അവരുടെ വാദം. അവരെയും അള്ളാഹു കൊണ്ടുവരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കണക്ക് ചോദ്യങ്ങൾ അവരോടും നമ്മോടും ഒക്കെ ചോദിക്കും. പൂർണ്ണ നിഷേധിയോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതൊന്നുമില്ല. മൊത്തത്തിലുള്ള ഒറ്റ ചോദ്യം, അങ്ങ് മാറി നിൽക്കാൻ അങ്ങ് പറയും. വംദാദുല്യവുമായി ഹൽമുജിരിമു. വിശ്വാസികളായ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തെ ഓരോ വശങ്ങളും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. ആ അപകടമുണ്ടായത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൂടെ ഉള്ള ആളുകൾ മരിച്ചു പോകുന്നത് നമുക്കൊക്കെ പാഠത്തിന് വേണ്ടിയാണ്. മരണചിന്തയെ ഓർക്കുന്നവനാ ബുദ്ധിമാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, നല്ല മുഅ്മിൻ ആരാണ് നബിയെ? നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽസ്വഭാവിയായ മുഅ്മിനാണ് നല്ല മുഅ്മിൻ.
ഈമാനുണ്ടായതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും കാര്യമില്ല. ഒരു മനുഷ്യനെ മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അവൻ സ്വഭാവം നന്നായവനായിരിക്കണം. തുടർന്ന് അയാൾ ചോദിച്ചു, നബിയെ, മുഅ്മിനുകളിൽ ബുദ്ധിമാൻ ആരാണെന്ന് പറഞ്ഞു തരുമോ? നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണചിന്തയെ അധികരിപ്പിക്കുന്നവരും മരണത്തിന് ശേഷമുള്ള എന്നേക്കുമുള്ള ജീവിതത്തിന് വേണ്ടി കർമ്മങ്ങൾ നല്ലത് ചെയ്ത് സമ്പാദിച്ചു കൂട്ടുന്നവരുമാണ് അക്കിയാസ്. ഉലായിക്കൽ അക്കിയാസ്, അവരാണ് ബുദ്ധിമാന്മാരായ മുഅ്മിനുകൾ. ഇതിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ ഓരോ മരണങ്ങളും ഓരോ അപകടങ്ങളും ഒക്കെ പാഠമായിരിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മോട് ഓരോ കാര്യങ്ങളും കൃത്യമായി ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ സഹോദരങ്ങളെ നാം ഒക്കെ കുഴഞ്ഞത് തന്നെ. ചോദ്യം ചുരുക്കി വെറുതെ ഒന്ന് കാണിച്ച് പൊയ്ക്കോ എന്നുള്ള തീരുമാനമാണ് അള്ളാഹുവിൻ്റെതെങ്കിൽ നാം രക്ഷപ്പെട്ടു. ഓരോ കാര്യങ്ങളിലും കൃത്യമായ ചോദ്യവും വിശദീകരണവും കൊടുക്കേണ്ടി വന്നാൽ നാം നശിച്ചത് തന്നെ, പരാജയപ്പെട്ടത് തന്നെ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി നാം ഉപയോഗിക്കുകയും മുൻഗാമികൾ നബിയിൽ നിന്ന് സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ജീവിതത്തെ എങ്ങനെയാണോ പഠിച്ചത്, അവർ ജീവിതത്തെ നന്നാക്കി തീർത്തത്, അതേ ഒരവസ്ഥയിലേക്ക് നാം വന്നേ പറ്റൂ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, ഓരോ നഫ്സും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സമ്പാദിച്ച സമ്പാദ്യവുമായി വരുന്ന ദിവസം. വമാ അമിലത് മിൻ സൂഇൻ, അവൻ ചെയ്തു കൂട്ടിയ തിന്മകളുമായി വരുന്ന ദിവസം. തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ, തിന്മ വാരിക്കൂട്ടിയവൻ അന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെയും ആ തിന്മകളുടെയും ഇടയിൽ ഒരുപാട് വഴിദൂരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്നായിരിക്കും. അപ്പം നന്മയുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വരും, തിന്മയുമായും അള്ളാഹുവിന്റെ മുമ്പിൽ വരും. തിന്മയുമായി വരുന്നവൻ്റെ വിലാപവും അവൻ്റെ ആഗ്രഹവും ഇതായിരിക്കും. അള്ളാഹു പറയുന്നു, വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു നിങ്ങളോട് അള്ളാഹുവിനെ പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു. നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയും ചെയ്താൽ നിങ്ങളിൽ നിന്നും വന്നു പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാപ്പ് നൽകും. വൻപാപങ്ങളൊന്നും ഇല്ലാതെ കഴിവിൻ പരമാവധി നിങ്ങൾ തഖ്വയുള്ളവരായും മുഅ്മിനുകളായും മുസ്ലിങ്ങളായും എന്നെ കണ്ടുമുട്ടിയാൽ തീർച്ചയായും നിങ്ങളോട് ഞാൻ കാരുണ്യം കാണിക്കുന്നവനാണ്, നിങ്ങൾക്ക് ഞാൻ വിടുതി ചെയ്യുന്നവനാണെന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. സഹാബികൾ അവർ പറയാറുണ്ടായിരുന്നു, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം 20 വയസ്സായ ഒരാളെ കണ്ടാൽ ചോദിക്കും, യാ അബ്നാൽ ശരി, 20കാരാ, കമ്മാത്ത മിനൽ അഖറാൻ, നിന്റെ കൂടെ പഠിച്ച കളിച്ചു നടന്ന നിന്റെ അയൽവാസികളും സ്നേഹിതന്മാരും ബന്ധുക്കളുമായ നിന്റെ പരിചയക്കാർ എത്ര ആളുകളാണ് നിന്നിൽ നിന്നും വിട പറഞ്ഞു പോയത്, നീ ആലോചിച്ചിട്ടുണ്ടോ? നീ പറയും, അവൻ പെട്ടെന്ന് മരിച്ചുപോയി, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഞങ്ങളൊരു ബെഞ്ചിൽ ഇരുന്നതാണ്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ചവരാണ്, വളർന്നവരാണെന്ന് പറയും. അത്രേ നീ പരിഗണിക്കാറുള്ളൂ. നിനക്ക് അല്ലാഹു 20 കഴിഞ്ഞ് അവസരം നൽകി, നീ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല. ആ 20കാരൻ മരിച്ചത് അങ്ങനെ മരിച്ചു, അത്രയേ ഉള്ളൂ. അതല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 30കാരനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും, യാ അബ്നാ സലാസീൻ, 30കാരാ, അസബ്തും ബിശ്ശബാബ്, നീ യുവാവായില്ലേ, എന്ത് കാര്യം എന്തൊക്കെ കർമ്മങ്ങൾ നിന്റെ ഈ ആരോഗ്യ സമയത്ത് നിനക്ക് സമ്പാദിക്കാൻ പറ്റി, നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് 30കാരനോട് അദ്ദേഹം ചോദിക്കും. 40കാരനെ കാണുമ്പോൾ യാ ബിനാൽ അർബഈൻ, 40കാരനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും, അല്ലയോ 40കാരാ, ദഹബസ്സിബ, കുട്ടിപ്രായവും യുവത്വത്തിൻ്റെ മിക്കതും നിന്നിൽ നിന്നും പോയില്ലേ, വഅൻതും അലൽ ലഹ്വി ഖദ് അഖഫ്തു,
ഇപ്പോഴും നീ കളി തമാശകളിലും വെറുതെ നേരം പോക്കിലുമായി നിന്റെ സമയം കളയുകയാണ്. വയാബിനാൽ ഹംസീൻ 50കാരാ തനസ്സഫ്തുമൽ മിഅ, നീ 100ന്റെ പകുതി തൊലച്ചില്ലേ? ആ പകുതി കൊണ്ട് നീ എന്ത് സമ്പാദിച്ചു? വമാ അൻസഫ്തും, ബാക്കിയുള്ള 150 തേക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 60കാരനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും, യാബിനാ സിത്തീൻ, 60കാര അന്തും അലാ മുഅ്തരിക്കിൽ മനായ, ഏത് സമയവും നിന്നെ മനായ, മരണം നിന്നെ തേടി വരുന്നതാണ്. നീ എന്ത് സമ്പാദിച്ചു വച്ചു? കത് അഷറഫ്തും, നീ എന്താണ് ഒരുക്കി വച്ചത് എന്ന് 60കാരനെ കാണുമ്പോൾ ചോദിക്കും. സഹോദരങ്ങളെ, ഈ പറഞ്ഞതെല്ലാം നമുക്ക് ബാധകമാണ്. നമ്മളൊക്കെ 20ഉം കഴിഞ്ഞു, 30ഉം കഴിഞ്ഞു, 40ഉം കഴിഞ്ഞു, 50ഉം കഴിഞ്ഞു, 60ലേക്ക് അടുക്കുന്നവരാ കുറേ ആളുകൾ. ബാക്കിയുള്ളവർ അതിൻ്റെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ പിന്നിലുണ്ട്. എന്ത് നാം നമ്മുടെ കുട്ടികളായിരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ യുവാവായിരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ കഹല് പ്രായമായ അവസരത്തിൽ നാം എന്ത് നമ്മുടെ അടുത്ത ജീവിതത്തിന് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്? മരണങ്ങളിൽ എത്രയോ നാം പങ്കെടുക്കുന്നുണ്ട്. രോഗികളെ എത്ര കണ്ട് നാം സന്ദർശിക്കാറുണ്ട്? രോഗികളെ സന്ദർശിക്കൽ ഇസ്ലാം പുണ്യമാക്കി കൽപ്പിച്ചു. മയ്യത്തിനെ മറമാടലും അതിൻ്റെ സംസ്കരണവും പുണ്യമായി കൽപ്പിച്ചു. മരണത്തെ ഓർക്കലാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്നും നല്ലവനെന്നും ഇസ്ലാം പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ഇവകളെയെല്ലാം ഓരോന്നിൻ്റെ പിന്നിലായി അടുത്തത് ഇസ്ലാം നമ്മെ പുണ്യകർമ്മമാക്കി പഠിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാമിലല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു പഠനവുമില്ല. അവരൊക്കെ അങ്ങ് ജീവിച്ചു, വലുതായി, വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, കുറേ നാൾ കഴിയുമ്പോൾ മക്കളെ വളർത്തി, അവരെയൊക്കെ പല വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു. മക്കളൊക്കെ എങ്ങോട്ടെങ്കിലും പറന്ന് ഇവിടെ കിടന്ന് ഒന്നിരിക്കൽ ആരുമില്ലാതെ മരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോമുകളിൽ കൊണ്ടുപോയി ആക്കുന്നു. അങ്ങനെ അവരും തീരുന്നു. ഇങ്ങനെ ഒന്ന് ജനിച്ച് വളർന്ന് തീർന്നു പോകാനല്ലല്ലോ മുസ്ലിങ്ങൾ എന്ന പേര് നൽകി അള്ളാഹു നമ്മെ സംവിധാനിച്ചതും വിശുദ്ധ ഖുർആനും പുന്നാര പ്രവാചകനെയും നമുക്ക് നൽകി ദർശനം നൽകിയത്. ഇവകളിലെല്ലാം നാം കൃത്യമായ നമ്മുടെ ജീവിതത്തെ കൃത്യമായ ഒരു വ്യവസ്ഥിതിയിലൂടെ കൊണ്ടുപോയില്ല എങ്കിൽ നാളെ നമുക്കും ഏതെങ്കിലും നിലയിൽ മരണം വരും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചുമയോ പനിയോ തലവേദനയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം കൊണ്ടായിരിക്കാം. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, മഹത്തുക്കളാകുന്ന സ്വഹാബികൾ നമ്മെപ്പോലത്തെ മനുഷ്യരായിരുന്നു. നമ്മേക്കാൾ വളരെ മോശമായ അവസ്ഥയിൽ ഭൗതിക ജീവിതം നയിച്ചവരായിരുന്നു. അവർക്ക് മാറാൻ പറ്റി ഈ വിശുദ്ധ ഖുർആനും നബിയുടെ ചര്യയും. അവരെ മാറ്റിയെടുത്തു. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അടിച്ചു പൊളിച്ച് ജീവിതം പകുതി തകർത്തയാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഖുർആൻ ത്വാഹ അധ്യായത്തിൻ്റെ തുടക്കം തന്നെ വെളിച്ചം വീശിയപ്പോൾ അദ്ദേഹം മാറിയില്ലേ? അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അത്തൂർ അധ്യായത്തിൻ്റെ 7 ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓതും. മഹാനായ ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോശൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി, തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ ഒറിജിനൽ തന്നെയാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ആയത്ത് അദ്ദേഹം ഇടയ്ക്ക് ഓതും. അദ്ദേഹം ഓർത്ത് കരയും, തേങ്ങി കരയും. അദ്ദേഹം കരഞ്ഞ് രോഗിയാകും. അദ്ദേഹത്തിൻ്റെ താരീഖിൽ, ചരിത്രത്തിൽ കാണാം, അദ്ദേഹം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഗൗരവം ഓർത്ത് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ 2 കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി 2 കറുത്ത ചാലുകൾ വീണിരുന്നു എന്ന്. ഓഫി വജിഹി ഖത്താനി അസ്വദാനി, കണ്ണുനീരുകൾ ഒലിച്ച് 2 കറുത്ത ചാലുകൾ, പാടുകൾ കാണാമായിരുന്നു. ആരാണ് സഹോദരങ്ങളെ? അയ്യോ, അദ്ദേഹം ഇവിടെ 150 കൊല്ലമൊന്നും ജീവിച്ചില്ല.
63 വയസ്സായപ്പോഴേക്കും അദ്ദേഹവും അള്ളാഹുവിലേക്ക് യാത്രയായി. നമുക്കൊക്കെ മിക്ക ആളുകൾക്കും വയസ്സത്രയായി ആയിക്കൊണ്ടിരിക്കുന്നു. നാളത്തെ കഴിഞ്ഞാവും, ചിലപ്പോൾ 2 റമദാൻ കഴിഞ്ഞാൽ മതി, ചിലപ്പോൾ ഇപ്പോഴേ പോയേക്കാം. ഇത്രയും വലിയ പുണ്യാത്മാവ് അള്ളാഹുവിനെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നാം എങ്ങനെ ആവണം? അബൂബക്കറിൻ്റെ ഈമാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ ഈമാൻ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഈ അബൂബക്കറിൻ്റെ ഈമാനാണ് മുൻതൂക്കം വരിക എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തൻ്റെ നാവിൽ പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ നാവാണ് ഈ ഇടങ്ങേറെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷികൾ തിന്നുന്ന പഴങ്ങളോ ഒട്ടകങ്ങളും ആടുകളും മൃഗങ്ങളും കഴിക്കുന്ന ഇലകളോ പുൽച്ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ ഒക്കെ ഞാൻ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന വലിയ മനുഷ്യൻ പറഞ്ഞ് വിലപിക്കുമായിരുന്നു. നമുക്കോ സഹോദരങ്ങളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തയുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? നാമൊക്കെ നിരന്തരം മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നില്ലേ? ചെറിയ ഒരു കുലുക്കമോ ഒരു ടെൻഷനോ ഉണ്ടോ? അദ്ദേഹം ഖബർ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ്. കരയും. ദാടിരോമങ്ങൾ കണ്ണുനീർ കൊണ്ട് കുതിരുന്നത് വരെ കരയും. അദ്ദേഹത്തിൻ്റെ ദാടിരോമങ്ങൾ നനയുന്നതുവരെ ഖബറിനെ കണ്ടാൽ അദ്ദേഹം കരയും. ചോദിക്കപ്പെട്ടു, എന്തിനാണിത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കി എല്ലാ മേഖലകളിലും ഞാൻ രക്ഷപ്പെട്ടു. ഇതിലെനിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ തീർന്നു, ബാക്കിയുള്ള വാതിലുകളെല്ലാം തുറക്കപ്പെടാതെ കുടുസമായിരിക്കും, ഞാൻ ഇടങ്ങേറിലായിരിക്കും. അതോർത്താ ഞാൻ കരയുന്നത്. ഞാനും ഇതിലേക്ക് വരുമല്ലോ. ബഖീയിലാണല്ലോ ആ പുണ്യമനുഷ്യനെ കബറടക്കിയിരിക്കുന്നത്. ആരാണ് അദ്ദേഹം? ദിന്നൂറയിലാണ്. 2 പുത്രിമാരെ വിവാഹം കഴിക്കാൻ മഹാഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. 3ാമത് എനിക്കൊരു മോളിനി ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഞാൻ ഉസ്മാന് കെട്ടിച്ചു കൊടുത്തേനെ എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ വലിയ മനുഷ്യനാണ്. മലക്കുകൾക്ക് പോലും ലജ്ജയാണ്. എന്ത് വിഷയത്തിൽ? ഉസ്മാനിൻ്റെ വിഷയത്തിൽ. അത്ര കണ്ട് ലജ്ജയുള്ള ഒരു പുണ്യ പുരുഷനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരാ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. എത്രയധികം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത പുണ്യാത്മാവാണ്. ഖൈബർ യുദ്ധവും ഖൈബർ കോട്ടയും ഒക്കെ ഫതഹാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ ബലവത്തായ കയ്യാലല്ലേ? ആ പുണ്യപുരുഷൻ അള്ളാഹുവിനെ ഓർത്തും മരണത്തെ ഓർത്തും ആഖിറത്തിനെ ഓർത്തും കരഞ്ഞുകൊണ്ടേയിരുന്ന വലിയ മനുഷ്യനാണ്. ഇവരൊക്കെയാണ് വിശ്വാസികളെ നമ്മുടെ മുൻഗാമികൾ. അല്ലാതെ നാമൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നാമൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള കുറേ അവന്മാരല്ല. ഈ പുണ്യപുരുഷന്മാരൊക്കെ ഈ ഒരവസ്ഥയിലായിരുന്നു അവർ ഈ ഭൂമിയിൽ 40 കൊല്ലവും 30 കൊല്ലവും 63 കൊല്ലവും ഒക്കെ ജീവിച്ചതെങ്കിൽ, സഹോദരങ്ങളെ, നാം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ തയ്യാറാകുന്നില്ല? കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു തഖ്വ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത എന്തുകൊണ്ട് നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല? അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കൂലേ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. മരണത്തിൻ്റെ വെപ്രാളവുമായി കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ, എനിക്കൊരല്പസമയവും കൂടി തരുമോ എന്ന് കെഞ്ചുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചങ്ങാതി, നിനക്ക് ആലോചിക്കാൻ എത്ര കൊല്ല ഞാൻ തന്നത്? അള്ളാഹുവിൻ്റെ മാലാഖമാർ ചോദിക്കുകയാണ് അള്ളാഹിൻ്റെ കൽപ്പനയോടെ. വജാഅകുമുൻ നദീർ, ഇങ്ങനെയൊക്കെ ഒരു ജീവിതമുണ്ടെന്നും മരിക്കുമെന്നും മരിച്ചാൽ പിന്നെ വേറെ ഒരു തിരിഞ്ഞു നോക്കലില്ലെന്നും പിന്നെ എൻ്റെ അടുക്കലേക്കാണ് വരുന്നതെന്നും നല്ല നിലയിലല്ല ജീവിച്ചതെങ്കിൽ എൻ്റെ നിലപാട് നിന്നോട് ഇന്ന രീതിയിലായിരിക്കുമെന്നും നല്ലതാണെങ്കിൽ എൻ്റെ നിലപാട് ഇന്നതായിരിക്കുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന നദീർ നിൻ്റെ അടുക്കൽ വന്നില്ലേ? അല്ല, നീ നരച്ചില്ലേ?
നിനക്ക് എഴുന്നേക്കാൻ പറ്റാതാവുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇതൊന്നും നിന്റെ മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് നീ മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് നിന്റെ ജീവിതത്തെ നന്നാക്കാൻ നീ ശ്രമിച്ചില്ല? ഉപദേശങ്ങൾ നിന്നോടല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നീയല്ലേ ഇതെല്ലാം കേട്ടത് എന്ന് നാളെ അള്ളാഹുവിൻ്റെ മാലാഖമാർ നമ്മോട് മരണത്തിൻ്റെ വേളയിൽ ചോദിക്കുമെന്ന് അള്ളാഹ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ആയുസ് കൊടുക്കും തോറും അവൻ കുതന്ത്രവാദിയായി, അവൻ തലതിരിഞ്ഞ അവസ്ഥയിലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധിക്കാരി ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ച് മണ്ണായി എല്ലാം നുരമ്പിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആര് ജീവിപ്പിക്കുമെന്ന ആ തന്തോന്നിവാസി ചോദിക്കുന്നത്. അവൻ അറിഞ്ഞില്ലേ, അവൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവനെ ഉണ്ടാക്കിയവൻ ഞാനാ, അവന് ജീവൻ നൽകിയവൻ ഞാനാ, അവന് ശക്തി നൽകിയത് ഞാനാ. എന്തുകൊണ്ട് എന്നെ അവൻ ധിക്കരിച്ചു എന്ന് അള്ളാഹു നാളെ ചോദിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിതെല്ലാം പാഠമാകണം. ഓരോ മരണവും, ഓരോ അപകടങ്ങളും, ഓരോ രോഗങ്ങളും, ഓരോ രോഗ സന്ദർശനങ്ങളും, പുണ്യാത്മാക്കളുടെ ജീവിതവും അവരുടെ ചരിത്രവും. അതിനു വേണ്ടിയാണ് ഖുർആനിൽ ഖിസസുകൾ അള്ളാഹു അവതരിപ്പിച്ചത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പറ്റിയും മനുഷ്യന്മാരെ പറ്റിയും അവരിലുള്ള നല്ലവരെ പറ്റിയും മോശക്കാരെ പറ്റിയും, നല്ലവർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റിയും മോശക്കാരോട് അള്ളാഹു സ്വീകരിച്ച നിലപാടുകളെ പറ്റിയും ഒക്കെ വിശുദ്ധ ഖുർആനിലുള്ള ഖിസസുകൾ അള്ളാഹു നമുക്ക് നൽകിയത് ചരിത്രം കേട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ വായിച്ച് രസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലയിലുള്ള വേറെ ഏതെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി തീർക്കാനോ വേണ്ടിയല്ല. ഇതെല്ലാം ഗുണപാഠമായി മാറി ജീവിതത്തെ നന്നാക്കി തീർത്ത് മരിക്കുന്നതിന് മുമ്പ് റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന നല്ല അടിമയായി മാറാനാണ്. അതിനാണ് നമ്മളോട് ഒതുവെടുക്കാൻ പറഞ്ഞത്. ചെറിയ ചെറിയ പാപങ്ങളുണ്ടെങ്കിൽ കഴുകിക്കളയും അള്ളാഹു. നിസ്കരിക്കാൻ പറഞ്ഞത്, റുക്കൂവും സുജൂദും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹു പാപങ്ങളെ മാപ്പാക്കുന്നു. ദാനധർമ്മത്തിന് പറഞ്ഞത്, മനുഷ്യരോടുള്ള കാരുണ്യം മുഖേന അള്ളാഹു നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്തൊന്ന് കൊല്ലത്തിലൊരിക്കൽ ജീവിതത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞ ഹജ്ജ്. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമകൾ പൂർത്തിയാക്കിക്കൊണ്ട്, നമ്മുടെ ഐക്യം വെളിവാക്കിക്കൊണ്ട് നല്ല മനുഷ്യരായി മുസ്ലിങ്ങളായി ജീവിക്കാനാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ മനുഷ്യന്മാർക്കും ഈ നേർവഴി അള്ളാഹു നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവർണർമാർക്ക് എഴുതുമായിരുന്നു, നിൻ്റെ നഫ്സിനോട് നീ ഹിസാബ് നടത്തണം. ഇപ്പോൾ നല്ല അവസ്ഥയിലാണ് നമ്മളുള്ളത്. വളരെ ഗൗരവമായ ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. ഇപ്പോൾ നാം ഹിസാബ് നടത്തി നന്നായാൽ വരുന്ന ഗൗരവ അവസ്ഥ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. അദ്ദേഹം എഴുതുമായിരുന്നു. ഇവരൊക്കെയാണ് നമ്മുടെ ഇമാമുകൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മാതൃകാ പുരുഷന്മാർ. ഇവർക്ക് വെളിച്ചം നൽകിയത് മുബാറക്കായ റസൂലാണ്. റസൂലിന് അള്ളാഹു വെളിച്ചം നൽകിയത് വിശുദ്ധ ഖുർആൻ മുഖേനയാണ്. അത് അള്ളാഹു അവതരിപ്പിച്ചത് അല്ലമീനായ മാലാഖ മുഖേന അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ഈ രീതിയിൽ ക്രമത്തിൽ നാം മുന്നോട്ട് പോയി ജീവിതത്തെ നന്നാക്കിയാൽ സഹോദരങ്ങളിൽ നാം രക്ഷപ്പെടും. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിച്ച് അവനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. സഹാബികളോട് നബി ചോദിച്ചു, അതദ്റൂന മനിൽ മുഫ്ലിസ്, കൈവലഞ്ഞവൻ, പൈസയില്ലാത്തവൻ, ഗതിയില്ലാത്തവൻ, ആശയറ്റവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ കൂട്ടുകാരെ? ഖാലു, അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ മതാഅ. നബിയെ, ഞങ്ങളിൽ ആശയറ്റവൻ, ഞങ്ങളിൽ ഗതിയില്ലാത്തവൻ, ഞങ്ങൾ കരുതുന്നത് ദിർഹമും ഉപകരണങ്ങളും ജീവിത വിഭവങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്തവനെയാണ്. ഫഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയല്ല ഒറിജിനൽ, അതൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ നിരാശൻ, എൻ്റെ സമുദായത്തിലെ ദരിദ്രൻ, എൻ്റെ സമുദായത്തിലെ ഗതിയില്ലാത്തവൻ യഅ്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്ന ഒരാളാണ്. ബിസ്വലാ വസിയാൻ വസക്ക, ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ്, ഒരുപാട് ദാനധർമ്മം, സക്കാത്ത്, ഒരുപാട് ഹജ്ജ്, ഉംറ എല്ലാമായിട്ട് അവൻ വരും. ഒരുപാട് ഖുർആൻ പാരായണം, ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ആയിട്ട് വരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എൻ്റെ സമുദായത്തിലെ ഗതിയില്ലാത്ത ഒരു മനുഷ്യൻ. അതെങ്ങനെയാണ്? റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയഅതി ഖദ് ശതമ ഹാദാ വയഅതി വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. ഇങ്ങനെ ഇവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങളുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴതാ ഒരാൾ വരുന്നു, അള്ളാഹുവേ ഇവൻ എന്നെ ചീത്ത പറഞ്ഞു. വേറൊരാൾ വരുന്നു, അള്ളാഹുവേ എൻ്റെ സമ്പത്ത് ഇവൻ തട്ടിയെടുത്തിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞു, പടച്ചവൻ അള്ളാഹുവേ എൻ്റെ രക്തം ഇവൻ ചിന്തിയവനാണ്. വേറൊരാൾ പറയുന്നു, പടച്ചവനെ ഇവൻ എന്നെ തല്ലി, ഇവരെന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാലാഭാഗത്തു നിന്നും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ, രക്ഷപ്പെട്ടു എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഈ ആളുകളെല്ലാം വന്ന് പൊതിയുന്നു. റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫയുഅത ഹാദാ മിൻ ഹസനാതി വഹാദാ മിൻ ഹസനാതി വഹാദാ മിൻ ഹസനാതി. തല്ലി എന്നും എൻ്റെ സമ്പത്ത് പിടിച്ചു പറിച്ചു എന്നും എന്നെ പറ്റിച്ചു എന്നും എന്നെ ചീത്ത വിളിച്ചു എന്നും എന്നെ അവഹേളിച്ചു എന്നൊക്കെ വ്യത്യസ്തങ്ങളായ പരാതികളുമായി വന്ന ആളുകൾക്ക് കൂമ്പാരം, നിസ്കാരവും സക്കാത്തും ഹജ്ജും ദാനധർമ്മവും ഹദീയും ഒക്കെയായി വന്ന ഈ ആക്കളെ എല്ലാം എടുത്ത് എല്ലാവർക്കും അത് വിധിച്ചു കൊടുക്കും. അങ്ങനെ നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൈൻ ഫനിയത്ത് ഹസനാതുഹു ഖബല അൻ യുഖ്ളാ മാ അലൈഹി. ഇവർക്കെല്ലാം കൊടുത്തു തീരുന്നതിന് മുമ്പ് ഈ കൂമ്പാരം, നിസ്കാരവും സക്കാത്തും ഒക്കെ ആയിട്ട് വന്ന മനുഷ്യൻ്റെ നന്മ തീർന്നു. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് കൊടുക്കാൻ അന്ന് കൊടുത്തിട്ടില്ല. ഒരുപാട് പേരെ ആക്രമിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെടിച്ചിട്ടില്ല. ഒരുപാട് പേർക്ക് അനന്തരാവകാശികളുടെ സമ്പത്ത് കൊടുക്കാനുണ്ട്, അതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചു. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. നന്മ തീർന്നു. നിസ്കാരമില്ല, പിന്നെ അവൻ്റെ നോമ്പുമില്ല, ഒന്നുമില്ല, അതിൽ എല്ലാവർക്കും കൊടുത്തു. ആളുകൾ സറ പറയുന്നു വരിക. നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖദ മിൻ ഖതായാഹും, ആ വരുന്നവരുടെ തിന്മ അള്ളാഹു എടുക്കും. ഫതുരിഹത് അലൈഹി, കൊട്ടക്കണക്കിന് നിക്കാരോ നോമ്പുമായിട്ട് വന്ന ഇവനിലേക്ക് അള്ളാഹു അത് ഇട്ടുകൊടുക്കും. ആരുടെ? വരുന്നവരുടെ തിന്മകൾ. തുമ്മത്തുരിഹ ഫിന്നാർ, പിന്നെ ഇവനെ പിടിച്ച് നരകത്തിലേക്ക് പോകും. ഈ മനുഷ്യനെ രക്ഷയില്ലാത്തവൻ, പൈസ ഇല്ലാത്തവനോ എല്ലാവരും കൂടി ഒരു പിരിവൊക്കെ എടുത്ത് കളക്ഷൻ എടുത്ത് ഒരു വീടൊക്കെ വെച്ചുകൊടുത്ത് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിക്കൊടുത്താൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി മുന്നോട്ട് പോയിക്കോളും. ഇവിടെ ആരോപിച്ചു കൊടുക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവനാണ് എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ് എന്ന് അള്ളാഹുവിൻ്റെ സാദിഖുൽ മസ്ദൂഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തെ എല്ലാ നിലയിലും ശുദ്ധമാക്കി തീർക്കുക, എല്ലാവിധ വേണ്ടാധീനത്തിൽ നിന്നും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ കബൂലാക്കട്ടെ, ബറക്കത്തുള്ളവരാക്കട്ടെ. കടമകൾ പൂർത്തീകരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന നല്ല മുസ്ലിങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ
മഹലിൽപ്പെട്ട ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ നസീർ, 58 വയസ്സ്, കാടാപുരം എന്ന് പറയുന്ന സഹോദരൻ വളരെ ഒരു വിഷമ അവസ്ഥയിൽ ആശുപത്രി കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സഹോദരൻ്റെ എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം കാരുണ്യവാനായ റബ്ബ് നൽകിയതും അള്ളാഹുവാണ്, അത് മാറ്റുന്നതും അള്ളാഹുവാണ്. ദുആ എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം എപ്പോഴും ഉണ്ടാവേണ്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ദുആ മാത്രമേ ഉള്ളൂ. നിസ്കാരം 5 നേരമുള്ളൂ, നോമ്പാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ, ഹജ്ജാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ, സക്കാത്തും അതും വർഷം തികയുമ്പോൾ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. നിരന്തരം ഉണ്ടാകേണ്ട ഒന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അള്ളാഹു കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കും. ആ പ്രതീക്ഷ വച്ചുകൊണ്ട് തന്നെ റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സഹോദരൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഷാഫിയായ കാഫിയായ കാരുണ്യവാനായ റബ്ബ് പൂർണ്ണമായി ശിഫ നൽകി അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം നൽകി നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് ദീർഘായുസ്സുള്ള നല്ല യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ രോഗങ്ങളുമായി ഒരുപാട് ആശുപത്രികളിലും വീടുകളിലും ഒക്കെയായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുക്കാരുണ്ട്, നാം സ്നേഹിക്കുന്നവരുണ്ട്, നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും കാരുണ്യവാനായ റബ്ബ് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. നമുക്കും അവർക്കും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും എല്ലാ സത്യവിശ്വാസി